സ്വന്തം ശക്തിയും പോരായ്മകളും തിരിച്ചറിഞ്ഞ് വ്യക്തി എന്ന നിലയിൽ സമൂഹത്തെ മനസ്സിലാക്കി മുന്നോട്ടു പോകണമെന്ന് മന്ത്രി കെ.എ. തുളസി ചുള്ളിമട വി.വി. കോളേജിൽ ഉന്നത വിജയം നേടിയ +2 വിദ്യാർത്ഥികളെ ആദരിച്ചു. ചുള്ളിമട വി.വി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പട്ടികജാതി വർഗ പിന്നോക്ക ക്ഷേമ വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവിക്കുന്ന ആ സമൂഹത്തെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ എത്രത്തോളം ഇടപെടാൻ കഴിയും, നമ്മളൊരു വ്യക്തി വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ വീടിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, സമൂഹത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ കുറിച്ച് കൃത്യമായി ആഴത്തിലുള്ള അറിവ് നേടുക എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ അത് വിദ്യാർത്ഥിയാണെങ്കിലും അധ്യാപകനാണെങ്കിലും ഒരു കുടുംബസ്ഥനാണെങ്കിലും കുടുംബനാഥയാണെങ്കിലും നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ പങ്കാളിത്തം എത്രത്തോളമാണ്, നമുക്ക് അതിലേക്ക് എടുത്തു ചാടുമ്പോൾ നമ്മുടെ ശക്തി എന്തൊക്കെയാണ്, നമ്മളിലുള്ള ശക്തി നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ശക്തിയും തിരിച്ചറിയണം, നമ്മുടെ പോരായ്മകളും നമ്മൾ തിരിച്ചറിയണം. ഇത് രണ്ടും തിരിച്ചറിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് എത്രത്തോളം സമൂഹത്തിൽ ഉയരാൻ കഴിയുമോ അത് നമുക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മുൻപേ നടന്നുപോയ ഒട്ടനവധി നേതാക്കൾ, അതുപോലെ ഈ സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വിപ്ലവാത്മകമായിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ ഗുരുകാരണവന്മാരായിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പാഠം. മലമ്പുഴ എം.എൽ.എ. എ. പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് സെക്രട്ടറി എസ്. കുട്ടപ്പൻ ചെട്ടിയാർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ വി.കെ. സുധാകരൻ സ്വാഗതം പറഞ്ഞു. ട്രസ്റ്റ് വൈസ് ചെയർമാൻ സി. അർജുനൻ, ആർ. രാജമാണിക്യൻ, എം.ജി. നടരാജൻ, അഡ്വക്കേറ്റ് രവീന്ദ്രൻ, ISRO മുൻ സയന്റിസ്റ്റ് അനന്തലക്ഷ്മി, ഡോക്ടർ പി. രാമചന്ദ്രൻ, ഗിരിജ പ്രസാദ്, കെ. സൗമ്യ, അനീഷ് എസ്. പിള്ള എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. 2026 +2 പരീക്ഷ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ആദരം 2026 ചടങ്ങ് മെഡൽ ദാന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. വി.വി. കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സംയുക്തമായി പാലക്കാട് ജില്ലയിലെ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന ആദരം 2026 ചടങ്ങ്. UTV ന്യൂസ്, പാലക്കാട്.